മക്കളെ, മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ബൈസൈക്കിൾ തീവ്സ്. ഇതൊരു ഫിൽമി ലേഖാണ്. ഫിൽമി ലേഖ എന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം. ഇത് എഴുതിയിട്ടുള്ളത് വരുൺ ഗ്രോവർ എന്നുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം 1980 ജനുവരി 26 ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ഒരു ലേഖകൻ കൂടാതെ അദ്ദേഹം ഫിലിം ഗീതകാരും അതുപോലെ ഫിലിം നിർമ്മാതാവുമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സർവശ്രേഷ്ഠ ഫിലിം ഗീതകാർ പുരസ്കാർ 2015, അതുപോലെ 2022 ഫിലിം ഫെയർ പുരസ്കാർ, അതുപോലെ 2016 ഫിലിം ഗീതകാർ പുരസ്കാർ. ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പേപ്പർ ചോർ, ബിഗ് ഷൂ, കരേ ജവ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബൈസൈക്കിൾ തീവ്സ്. സീതി സി കഹാനി ഹേ. സീതി സി മീൻസ് ഒരു സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കഹാനി ഹേ, ഒരു കഥയാണ്. ദൂസരെ വിശ്വയുദ്ധ കെ ബാദ് കാ ഇറ്റലി ഹേ. ദൂസരെ മീൻസ് രണ്ടാമത്തെ, വിശ്വയുദ്ധ ലോകമഹായുദ്ധം അല്ലെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെ ബാദ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലി ഹേ. ഇറ്റലിയാണ് നമ്മൾ കഥ നടക്കുന്ന സ്ഥലം. ഗരീബി ഓർ ഉദാസി ധൂപ് की तरह पूरे देश में छाई हुई है. ഗരീബി ഓർ ഉദാസി. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, പട്ടിണി അല്ലേ. ഉദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശ. ധൂപ് की तरह, ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൽ, സൺലൈറ്റ്. ധൂപ് की तरह, तरह എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ വെയിലിനെ പോലെ പൂരേ ദേശമേ, ദേശം മുഴുവനും അല്ലെങ്കിൽ രാജ്യം മുഴുവനും ചായി ഹുയി ഹേ, വ്യാപിച്ചിരുന്നു അല്ലേ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയിലാണ് ഈ കഥ നടക്കുന്നത്. ആ സമയത്ത് അവിടുത്തെ അവസ്ഥ എന്താണ്? മുഴുവൻ രാജ്യവും പട്ടിണിയിലും, അതുപോലെ ഈ യുദ്ധം മൂലമുണ്ടായ അവർക്ക് നഷ്ടപ്പെട്ട യുദ്ധം നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ആ യുദ്ധങ്ങളിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുമൂലം എന്താണ്? ഇതെന്താണ്? ഒരു ലോകമഹായുദ്ധം ആണ്. രണ്ടാമത്തെ ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ എന്താണ്? പട്ടിണിയിലും അതുപോലെ നിരാശയിലുമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഗരീബി ഓർ ഉദാസി കി തുലന ധൂപ് സേ की है क्यों? ഗരീബി ഓർ ഉദാസി, ദാരിദ്ര്യവും അതുപോലെ ഉദാസി നിരാശയും, കി തുലന അതിൻ്റെ ഉപമ, ധൂപ് സേ की है അല്ലെ ദാരിദ്ര്യത്തെയും നിരാശയെയും ധൂപ്പിനോട് അല്ലെങ്കിൽ വെയിലിനോട് ഉപമിച്ചിരിക്കുന്നു. തുലന എന്ന് പറഞ്ഞാൽ ഉപമിക്കുക. അപ്പോൾ ഉപമിച്ചിരിക്കുന്നു. ക്യോ, എന്തുകൊണ്ടാണ് അങ്ങനെ ലേഖകന് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ആൻസർ നോക്കാം കേട്ടോ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, ജയ്സെ ധൂപ് ഹർ ജഗ ഫെയിൽ ജാത്തി ഹേ. ജയ്സെ ഏതുപോലെയാണോ, ധൂപ് വെയില്, ഹർ ജഗ എല്ലാ സ്ഥലത്തും, ഫെയിൽ ജാത്തി ഹേ വ്യാപിക്കുന്നത്, ഓർ ഉസ്സെ ബചന മുഷ്കിൽ ഹോത്താ ഹേ നമുക്ക് അതിൽ നിന്ന് ബചന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. രക്ഷപ്പെടൽ എന്താണ്? മുഷ്കിൽ ഹോത്താ ഹേ ബുദ്ധിമുട്ടാണ് അല്ലേ. വെയിൽ വന്നാൽ പിന്നെ നമുക്ക് എന്താണ്? തണലത്തൊക്കെ കയറി നിന്നാലേ അതിൽ നിന്നൊരു രക്ഷ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെയിൽ നമുക്ക് എല്ലാവർക്കും വെയിലേൽക്കും അല്ലേ. അതുപോലെ ഉസി തരഹ്, അതുപോലെ ഗരീബി ഓർ ഉദാസി, ഗരീബിയും ദാരിദ്ര്യവും നിരാശയും ബി പൂരി ദേശമീ ചാ ഗയിത്തി എല്ലാ മുഴുവൻ രാജ്യത്തും വ്യാപിച്ചു അല്ലേ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം മൂലം ഇറ്റലിയിൽ എന്താണ്? മുഴുവൻ രാജ്യത്തും ഒരാളും അതിന് രക്ഷപ്പെട്ടിട്ടില്ല. രാജ്യത്തുള്ള ഒരാളും അതിന് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ലോക ഉസ്സേ ബച്ച് നെഹി പരഹേത്തെ, ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും ഒരു രക്ഷയുമില്ലായിരുന്നു. അതുകൊണ്ടാണ് വെയിൽ എങ്ങനെയാണോ നമ്മളെ ഭൂമിയിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നത്, അല്ലെങ്കിൽ ആ പ്രകാശം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്, അതുപോലെ രണ്ടാം ലോക മഹായുദ്ധം മൂലം എന്തുണ്ടായിട്ടുണ്ട്? ഇറ്റലിയിലെ എല്ലാ ആളുകൾക്കും പട്ടിണിയും നിരാശയും ആയിരുന്നു. അതുകൊണ്ടാണ് ലേഖകന് നമ്മുടെ ദാരിദ്ര്യത്തെയും നിരാശയെയും സൂര്യപ്രകാശത്തോട് അല്ലെങ്കിൽ വെയിലിനോട് ഉപമിച്ചിരിക്കുന്നത്.
ബാക്കി നോക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. रोम में रहने वाले अंतोनियो को नौकरी चाहिए. റോമിൽ രഹിനെ വാലെ, ഇറ്റലിയിലെ റോമിൽ രഹിനെ വാലെ താമസക്കാരനായ അന്തോണിയക്ക് എന്താ വേണ്ടത്? നൗക്കരി എന്ന് പറഞ്ഞാൽ കാം, ജോലി ചാഹിയെ, ജോലി വേണം. ലേക്കിൻ നൗക്കരി ഐസി മിലി ഹേ, പക്ഷേ നൗക്കരി ഐസി മിലി ഹേ, അങ്ങനെയാണ് അവനൊരു ജോലി കിട്ടിയത്. ജിസ്കെ ലിയെ, അതിനു വേണ്ടി സൈക്കിൾ ഹോനാ ജറൂറി ഹേ, എന്ത് വേണം? സൈക്കിൾ വേണം. അവനൊരു ജോലി കിട്ടി, പക്ഷെ ആ ജോലിക്ക് വേണ്ടി എന്ത് വേണം? സൈക്കിൾ വേണം. उसकी पत्नी मरिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे चुराती है. उसकी पत्नी मरिയ, അല്ലെ, അദ്ദേഹത്തിൻ്റെ നമ്മുടെ അന്തോണിയോൻ്റെ ഭാര്യയായിട്ടുള്ള മരിയ ബഡി മുഷ്കിലോൻസെ, ഒരുപാട് എല്ലാവരും ദാരിദ്ര്യത്തിലാണല്ലേ. അപ്പോൾ എന്താണ്, ബുദ്ധിമുട്ടുന്ന ഒരു കാലാണ്. അതുകൊണ്ട് മരിയ എന്ത് ചെയ്തു? വളരെ ബുദ്ധിമുട്ടിയിട്ട് ഗർക്ക സാമാൻ ബേച്ചുകാർ, വീട്ടിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ബേച്ചുകാർ വിറ്റിട്ട് എന്ത് ചെയ്തു? സൈക്കിൾക്ക് പൈസ ചുടാത്തി ഹേ, സൈക്കിളിന് വേണ്ടിയുള്ള പൈസ കൂട്ടിവെക്കുന്നു. അല്ലെങ്കിൽ ചുടാത്തി ഹേ എന്ന് പറഞ്ഞാൽ സ്വരൂപിക്കുക, കൂട്ടി വെക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താണ്, എന്തൊക്കെയോ സാധനങ്ങൾ, വീട്ടിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ബേച്ചുകാർ വിറ്റിട്ട് സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പൈസ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ കൂട്ടി വെക്കുന്നു. കാം കെ പഹലെ ഹി ദിൻ അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാത്തി ഹേ. അവിടെ കാം കെ പഹലെ ഹി ദിൻ, അല്ലേ, ആ ജോലിയുടെ പഹലെ ഹി ദിൻ, ആദ്യത്തെ ദിവസം തന്നെ അന്തോണിയുടെ സൈക്കിൾ ചോരി ഹോ ജാത്തി ഹേ. ചോരി എന്ന് പറഞ്ഞാൽ കളവ് പോവുക, മോഷണം പോവുക. ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ, അല്ലേ. അപ്പോൾ ചോരി എന്ന് പറഞ്ഞാൽ കളവ് പോവുക, മോഷണം പോവുക. അപ്പോൾ ജോലിക്ക് കയറിയ ആദ്യ ദിവസം തന്നെ നമ്മൾ അന്തോണിയുടെ സൈക്കിൾ എന്തായി? ചോരി ഹോ ഗയി തി, അല്ലേ, കളവ് പോയി. वह अपने 10 साल के बेटे ब्रूनो के साथ സൈക്കിൾ കോച്ചിനെ നിക്കൽത്താ ഹേ. എന്നിട്ട് മോഷണം പോയപ്പോൾ അന്തോണി എന്താ ചെയ്തത്? വഹ് അപ്പിനെ, അല്ലേ, തൻ്റെ 10 साल के बेटे, തൻ്റെ 10 വയസ്സായ ബ്രൂണോ എന്നുള്ള മകൻ്റെ കൂടെ, ബ്രൂണോക്കെ സാത്ത്, അല്ലേ, 10 വയസ്സായ മകനായ ബ്രൂണോയുടെ കൂടെ സൈക്കിൾ കോച്ചിനെ നിക്കൽത്താ ഹേ, സൈക്കിളെ ഗോചന എന്ന് പറഞ്ഞാൽ തിരയുക, അന്വേഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. നിക്കൽത്താഹേ, പുറപ്പെടുന്നു, അല്ലേ. അപ്പോൾ സൈക്കിൾ പോയി. അപ്പോൾ ആ സൈക്കിൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ 10 വയസ്സായ ബ്രൂണോ എന്ന് പറഞ്ഞ മകൻ്റെ കൂടെ പുറപ്പെടുന്നു. പഹലെ ചോർ ബസാർ, ആദ്യം എവിടെ പോയത്? ചോർ ബസാർ. നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ ചോർ ബസാർ എന്താണെന്നുള്ളത്, അല്ലേ. നമ്മൾ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് എന്നാണ് ഒരു ധാരണ, എന്താണെന്നറിയില്ല. ചോർ ബസാർ. അപ്പോൾ ആദ്യം പോയത് എന്താണ്? ചോർ ബസാറിലാണ് പോയത്. ഫിർ ഷഹർ കെ ബാക്കി ബദ്നാം ഇലാക്കോമെ, പിന്നെ എവിടെ പോയത്? പിന്നീട് ഷഹർ കെ, പട്ടണത്തിലെ ബാക്കിയുള്ള ശേഷിക്കുന്ന ബദ്നാം ഇലാക്കോം. ബദ്നാം എന്ന് പറഞ്ഞാൽ അപകീർത്തി, അതായത് നല്ല പേരല്ലാത്ത, അല്ലേ, ആ ഒരു പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ആർക്കും അത്ര നല്ല അഭിപ്രായം ഇല്ലാത്ത സ്ഥലം, അതാണ് ബദ്നാം. മോശം പേര്, അപകീർത്തി എന്നൊക്കെയുള്ള മീനിങ് ആണ് അതിന് വരും കേട്ടോ. ഇലാഖോം എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങൾ. അപ്പം എന്താണ്, ബാക്കി അങ്ങനെയുള്ള അത്ര നല്ലതല്ലാത്ത ചില സ്ഥലങ്ങളിൽ കൂടി ആര് പോയി നോക്കി? നമ്മൾ അന്തോണിയോയും മകനായ ബ്രൂണോയും കൂടി അവിടെയൊക്കെ അന്വേഷിച്ചു. പിതാ ഓർ പുത്ര അദാശ ഓർ ഉമ്മീദ് കെ ബീച്ച് ജൂൽത്തെ രഹത്തെ ഹേ. പിതാ ഓർ പുത്ര, അച്ഛനും മകനും. അദാശ എന്ന് പറഞ്ഞാൽ നിരാശ. ഓർ ഉമ്മീദ്, പ്രതീക്ഷ. കെ ബീച്ച് മീൻ ജൂൽത്തെ രഹത്തെ ഹേ, അതിൻ്റെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ, അല്ലെ, ഇടയിൽ എന്താണ്? ജൂൽത്തെ രഹത്തെ ഹേ, എന്താണ്, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. അതായത് അവർക്ക് നിരാശയുണ്ട്, അത്താശയുണ്ട്, ഉമ്മീദും ഉണ്ട്. എന്തിനാണ് നിരാശ? ഇത്രയും അവരന്വേഷിച്ചിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഉമ്മീദ് എന്തിനാണ്? എവിടെന്നെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. അന്തോണിയോനെ തോ ഷായദ് ദുനിയാ കെ ബഹുത് ദുഃഖ് झेले हैं.
അന്തോണിയോ തോ ഷായത് ഒരു പക്ഷേ ദുനിയാക്ക് ബഹുത് ദുഃഖ് ഈ ലോകത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ ജേലേഹെ ജേലേ എന്ന് പറഞ്ഞാൽ തരണം ചെയ്തിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ദുഃഖങ്ങൾ കണ്ട് അതൊക്കെ മറികടന്നിട്ടുണ്ടാവും. ബ്രൂണോ കെ ലിയെ ഭികർത്തി മാനവതാ കാ യഹ് പഹല അനുഭവേ. ബ്രൂണോ കെ ലിയെ ബ്രൂണൊക്കെ ഭികർത്തി മാനവതാ കാ ഈ ചിതറിയ അല്ലെങ്കിൽ ഈ മാനുഷികതയുടെ അല്ലെങ്കിൽ വികർത്തി മാനവത എന്ന് പറഞ്ഞാൽ മാനവികത ഇല്ലാത്ത മനുഷ്യത്വമില്ലായ്മയുടെ യഹ് പഹല അനുഭവേ. അവനക്ക് 10 വയസ്സായിട്ടുള്ളല്ലേ, അപ്പോൾ അവനക്ക് ഇതെന്താണ് മനുഷ്യത്വമില്ലായ്മയുടെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ അന്തോണിയോ കുറേ കാലം ജീവിച്ചതാണ്, അതുകൊണ്ട് ഒരുപാട് ദുഃഖങ്ങളൊക്കെ മറികടന്ന് അവന് ശീലമുണ്ടാകും. ബട്ട് നമ്മുടെ ബ്രൂണൊക്കെ എന്തില്ല, ഇത് എന്താണ് മനുഷ്യത്വമില്ലായ്മയുടെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. താഴെ ചോദ്യം വന്നിട്ടുണ്ട്. വികർത്തി മാനവത ക്യാ താല്പര്യ ഹേ. വികർത്തി മാനവത ചിതറുന്ന മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യത്വമില്ലായ്മ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കാം. ഓക്കെ, ആൻസർ നോക്കാം. ഇസ്ക താല്പര്യ ഹേ ഇതിൻ്റെ ഉദ്ദേശം ഇതാണ് കി എന്തെന്നാൽ ഇൻസാൻ അപ്നി മസ്ബൂരി അല്ലെ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അപ്നി മസ്ബൂരി തൻ്റെ നിർബന്ധത്തിന് ഓർ ലാലജ് മീൻസ് അത്യാഗ്രഹം, ലാലജ് കെ കാരൻ അല്ലെ അത്യാഗ്രഹം കാരണം സംവേദശീലത എന്ന് പറഞ്ഞാൽ അവരുടെ അല്ലെ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരം, അതുപോലെ നൈതികത എന്ന് പറഞ്ഞാൽ ധാർമ്മികത അല്ല. അപ്പോൾ മനുഷ്യന് അവരുടെ നിർബന്ധവും അതുപോലെ അത്യാഗ്രഹവും കാരണം അവർക്കുള്ള ഇമോഷൻസും അതുപോലെ നൈതികത ധാർമ്മികതയും ഗോദേതാഹെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെ. മനുഷ്യന്മാരുടെ അത്യാഗ്രഹം കാരണം അവർക്ക് അവരുടെ ഇമോഷൻസ്, അതായത് മറ്റുള്ളവരുടെ മേലുള്ള അവരുടെ ഇമോഷൻസും അതുപോലെ ധാർമ്മിക വാല്യൂസും അവർക്ക് എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോക അപ്പിനെ സ്വാർത്ഥ കേലിയെ ജനങ്ങൾ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൂസരോക്കോ നുക്സാൻ കർണേ ലഗ്താഹേ മറ്റുള്ളവരെ നശിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുകയാണ് അല്ലെ. നുക്സാൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക, നശിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ആൻസർ വായിക്കാം. इसका तात्पर्य ये है कि इंसान अपनी मजबूरी और लालच के कारण അവരുടെ നിർബന്ധിതവും അത്യാഗ്രഹവും കാരണം സംവേദശീലത ഓർ നൈതികത കോ ഗോ ദേത്താ ഹെ അവരുടെ ഇമോഷൻസും വൈകാരിക സംഭവങ്ങളും അതുപോലെ അതായത് വ്യക്തിത്വവും ഓർ ധാർമ്മികത അവരുടെ വാല്യൂസും ധാർമ്മികതയും ഗോ ദേത്താ ഹെ അവരിൽ നിന്നും പോയി കഴിഞ്ഞിട്ടുണ്ട്. ലോക അപ്നെ സ്വാർത്ഥ കേലിയെ ലോകം ജനങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദൂസരോക്കോ നുക്സാൻ കർണേ ലഗ്താഹെ അല്ലെ മറ്റുള്ളവരെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നോക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. സബ് ജഗഹ സെ ആർക്കർ अंत में अंतोनियो को सड़क किनारे एक लावारी साइकिल दिखती है. സബ് ജഗഹ ആർക്കർ മുഴുവൻ സ്ഥലങ്ങളും പിന്നിട്ട്, അതായത് അവർ ചോർ ബസാർ പോയി, മറ്റുള്ള ബദ്നാം ഇലാക്കോയിൽ പോയി, അതുപോലെ ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അവർ തിരഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, സബ് ജഗഹ ആർക്കർ എല്ലാ സ്ഥലങ്ങളും പിന്നിട്ട് അന്തമേ അവസാനം അന്തോണിയോക്ക് സടക്ക് കിനാരെ, സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, കിനാരെ എന്ന് പറഞ്ഞാൽ സൈഡ്. അപ്പോൾ സടക്ക് കിനാരെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ എന്ത് കണ്ടു, ഏക്ക് ലാവാരിഷ് സൈക്കിൾ ദിക്തി ഹേ. ലാവാരിഷ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥനില്ലാത്ത സൈക്കിൾ ദിക്തി ഹേ, ഒരു സൈക്കിൾ ദിക്തി ഹേ കാണുന്നു. ഉസേ പത്താ ഹേ അവനറിയാം, കി എന്തെന്നാൽ ചോരി ബുരി ചീസ് ഹേ മോഷണം എന്നുള്ളത് എന്താണ് വേണ്ടാത്ത കാര്യമാണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ആർക്കറിയാം, നമ്മൾ അന്തോണിക്കറിയാം. ലേക്കിന് ഉസ്കി ഈമാൻദാരി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈമാൻദാരി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വിശ്വസ്തത എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത. ഉസ്കി ബൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, അദ്ദേഹത്തിൻ്റെ വിശപ്പുമായിട്ട് ടക്കിരാരഹി ഹേ
കൂട്ടിമുട്ടുവാണ് അല്ലേ. അദ്ദേഹത്തിന് എന്തുണ്ട്, നല്ല വിശപ്പുണ്ട്. വിശപ്പ് എടുക്കണമെങ്കിൽ എന്ത് വേണം, പൈസ വേണം. പൈസ വേണമെങ്കിൽ എന്ത് വേണം, ജോലി വേണം. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ജോലിക്ക് അദ്ദേഹത്തിന് എന്ത് വേണം, സൈക്കിള് വേണം. അപ്പോൾ ഈ സൈക്കിള് ഉണ്ടായാലേ അദ്ദേഹത്തിന് ജോലി ചെയ്യാനും ജോലിയിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. ആ പൈസക്ക് ഭക്ഷണം വാങ്ങി ഭാര്യക്കും മകനും അദ്ദേഹത്തിനൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പും ഈമാൻദാരിയും സത്യസന്ധയും തമ്മിൽ അവിടെ കൂട്ടിമുട്ടാണ്. ഓക്കെ, അതിൻ്റെ താഴെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. अपनी ईमानदारी भूख से टकराने पर आप क्या करेंगे? अपनी ईमानदारी നമ്മുടെ സത്യസന്ധത ഭൂഖ് സെ ടഖ്രാനെ പർ അല്ലെ വിശപ്പുമായി കൂട്ടിമുട്ടുമ്പോൾ ആപ് ക്യാ കരേങ്കെ, താങ്കൾ എന്ത് ചെയ്യും അല്ലെ. നമ്മളോടാ ചോദിച്ചിട്ടുള്ളത്. നമ്മളാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മളോടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ എന്താ ചെയ്യുക? മോഷ്ടിക്കാൻ പോവോ? നമ്മൾ വിശന്നിട്ടായാലും നമ്മൾ മോഷ്ടിച്ച മോഷണം തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. ജബ് ഈമാൻദാരി ഓർ ഭൂഖ് ആമിനെ സാമിനെ ആത്തി ഹേ അല്ലേ, എപ്പോഴാണോ നമ്മുടെ സത്യസന്ധതയും വിശപ്പും ആമിനെ സാമിനെ എന്ന് പറഞ്ഞാൽ മുഖാന്തിരം അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് മുന്നിൽ ആത്തി ഹേ വരുന്നത്, തോ യഹ് ഇൻസാൻ കെ കഠിൻ പരീക്ഷ ഹോത്തി ഹേ, ഇതെന്താവും, മനുഷ്യൻ്റെ ഒരു കഠിനമായ പരീക്ഷണമാകും അല്ലെങ്കിൽ ഒരു പരീക്ഷയാകും അല്ലെ. വലിയൊരു നമ്മൾ നേരിടുന്ന വലിയൊരു പരീക്ഷയാവും അത്. കാരണം ഒരു സൈഡിൽ നമ്മുടെ സത്യസന്ധത, ഒരു സൈഡിൽ നമ്മുടെ വിശപ്പ്. നമ്മൾ ജോലി എടുക്കുന്നത് തന്നെ എന്തിനാണ്, നമ്മൾ ഒരു നേരത്തെ നമുക്ക് വിശപ്പടക്കാനാണ്. നമ്മൾ ആദ്യം നമ്മൾ വിശപ്പടക്കിയിട്ട് ബാക്കിയുള്ള വിശപ്പടക്കിയിട്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരിക്കും. ബഹുത് സേ ലോഗ് മജ്ബൂരി മേ ഗലത് രാസ്ത ചുൻ ലേതാ ഹേ, ബഹുത് സേ ലോഗ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മജ്ബൂരി മേ അല്ലെ നിർബന്ധത്തിൽ, ഗലത് രാസ്ത ചുൻ ലേതേ ഹേ, ഗലത് രാസ്ത എന്ന് പറഞ്ഞാൽ തെറ്റായ വഴി, ചുൻ ലേതേ ഹേ തിരഞ്ഞെടുക്കുന്നു അല്ലേ. അവർ ചില ആളുകൾ വിശപ്പ് കൊണ്ട് അവർക്ക് വേറെ മാർഗങ്ങളൊന്നും അവരുടെ മുന്നിൽ കാണാത്തത് കൊണ്ടാകാം എന്താണ് തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നു. അവരുടെ വിശപ്പടക്കാൻ വേണ്ടി തെറ്റായ വഴികൾ അവർ തിരഞ്ഞെടുക്കുന്നു. पर सच्ची ताकत वही है, സച്ചി താക്കത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശക്തി അല്ലെ, സത്യത്തിലുള്ള ശക്തി അല്ലെങ്കിൽ യഥാർത്ഥ ശക്തി വഹീഹേം അതാണ്. ജോ ഭൂഖ് ഓർ മുഷ്കിൽ ആലാത് മേ മീ ജോ അല്ലെ, അതെ ഭൂഖ് ഓർ മുഷ്കിൽ ആലാത് മേ ബി അല്ല, വിശപ്പോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ബുദ്ധിമുട്ടുള്ള ഹാലത്ത് അവസ്ഥകൾ, മേ ബി അവസ്ഥയിലും ഈമാൻദാരി ബനായി രഖേ നമ്മുടെ സത്യസന്ധതയിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കുള്ള യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞത് എത്ര ബുദ്ധിമുട്ട് വന്നാലും എത്ര വിശപ്പ് വന്നാലും നമ്മൾ സത്യസന്ധതയിൽ ഈമാൻദാരിയിൽ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൊന്ന് പറയണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ അന്തോണിയോ എന്ത് ചെയ്തു, ആ സൈക്കിൾ ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അദ്ദേഹത്തിന് അറിയാം ഇതെന്താണ്, ഗലത് രാസ്തയാണ് അല്ലേ, വേണ്ടാത്ത വഴിയാണ്, നല്ല വഴിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശപ്പ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. അന്തോണിയോ ഉസ് സൈക്കിൾ കോ ചുരാനെ കി കോശിഷ് കർത്താ ഹേ, അന്തോണിയോ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കിൾ കോ ചുരാനെ കി ആ സൈക്കിൾ ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി കോശിഷ് കർത്താ ഹേ അദ്ദേഹം ഇങ്ങനെ ശ്രമിക്കുകയാണ്. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. അദ്ദേഹം ഇങ്ങനെ ആ സൈക്കിൾ എങ്ങനെയെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. ലേക്കിൻ പക്കടാ ജാത്താ ഹേ, പക്ഷേ പക്കടാ ജാത്താ ഹേ പിടിക്കപ്പെടുന്നു. സൈക്കിൾ കാ മാലിക് സൈക്കിളിൻ്റെ യജമാനൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ അന്തോണിയോക്ക് ഹാലത്ത് ദേക്കർ അന്തോണിയോയുടെ അവസ്ഥ കണ്ടിട്ട് ഉസെ ജാനേ ദേത്താ ഹേ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുന്നു അല്ലേ. സൈക്കിളിൻ്റെ ഉടമസ്ഥൻ എന്താണ്, ഇറ്റലിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് അപ്പോഴത്തെ അവസ്ഥ അറിയുന്നുണ്ടാവും. അപ്പോൾ അന്തോണിയെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് അന്തോണിയോൻ്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അദ്ദേഹം നമ്മുടെ അന്തോണിയോയെ വെറുതെ വിടുകയാണ് അല്ലെങ്കിൽ പോവാൻ അനുവദിക്കുകയാണ്. അന്തിം ദൃശ്യമേ അവസാന ദൃശ്യത്തിൽ അന്തോണിയോ ഓർ ബ്രൂണോ അന്തോണിയോയും ബ്രൂണോയും ബീഡ് കെ സാത്ത് ചൽ രഹേ ഹേ. അപ്പോൾ ഈ ഫിലിമിൻ്റെ ക്ലൈമാക്സിൽ എന്താണ് കാണിക്കുന്നത്, അന്തോണിയോയും ബ്രൂണോയും
ബീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം, ക്രൗഡ് കേട്ടോ. ജനക്കൂട്ടത്തിൻ്റെ കേസാത്ത് ജനക്കൂട്ടത്തിലൂടെ ചൽ രഹേ ഹേ ഇങ്ങനെ നടന്നു പോകുന്ന അല്ല. അപ്പം എന്താണ്, ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആളുകളാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ആരെയും കാണാം, രണ്ടാളായിട്ടുള്ള അന്തോണിയെയും ബ്രൂണയെയും കൂടി കാണാം. ഓക്കെ. സാത്ത് ചൽ രഹേ ഹേ ടൂട്ടേ ഉയേ പൊട്ടിപ്പോയി ഷർമിന്ദ. എങ്ങനെയാണ് അവർ നടക്കുന്നത്? അവർ പൊട്ടിപ്പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. ഷർമിന്ദ അവരെന്താണ്, ലജ്ജിച്ചു കൊണ്ടാണ് നടക്കുന്നത് അല്ലെ. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ ഷെയിം അല്ലെങ്കിൽ ലജ്ജ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ അവരെന്താണ്, അത്രയും അവരാ കൂട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രത്തോളം തകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ലജ്ജയിലാണ്, ഷെയിംഫുൾ ആയിട്ടാണ് അവർ നടക്കുന്നതെന്ന്. ഓക്കെ. സൈക്കിൾ നെയ് ഹേ, സൈക്കിളില്ല. ലേക്കിൻ ദുനിയാമേം അഭി ഭി കരുണ ഹേ, പക്ഷേ ദുനിയാമേം ലോകത്തെ അഭി ഭി കരുണ ഹേ, ഇപ്പോഴും കരുണയുണ്ട്. ഉമ്മീദ് ഹേ, പ്രതീക്ഷയുണ്ട്. ഏക് ഓർ മുഷ്കിൽ ദിൻ ഹേ ജിസ്കാ സാമനെ കർനെ നിക്കലി ഏക് ഭീഡ് ഹേ. ഏക് ഓർ മുഷ്കിൽ ദിൻ ഹേ അല്ലേ, മുന്നിൽ നമുക്ക് ഇനി എന്തുണ്ട്? മുഷ്കിൽ ദിൻ ഹേ, പ്രയാസമുള്ള ദിവസങ്ങളുണ്ട്. ജിസ്കാ സാമനെ കർനെ, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി നിക്കലി ഏക് ഭീഡ് ഹേ, പുറപ്പെടുന്ന ഒരു ജനക്കൂട്ടമുണ്ട് അല്ലേ. അപ്പം എന്തുണ്ട്? എല്ലാ ആളുകൾക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും മുന്നിൽ അത് കാണുന്നുണ്ട്. അത് വിചാരിച്ച് നമുക്ക് അവിടെ സ്റ്റക്കായി നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മുന്നോട്ട് പോവേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് മാത്രമാണ് ആ പ്രശ്നങ്ങൾ, ഈ ലോകത്തെ ഈ പ്രശ്നങ്ങൾ നമ്മൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാവും അല്ലേ. ഇനിയും നമ്മുടെ ലോകത്തിൽ എന്തില്ല, കരുണ പറ്റിയിട്ടില്ല അല്ലേ. കരുണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കരുണയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തുണ്ട്, നമ്മൾ ആ ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് നടന്നു പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്താ നോക്കാം. മുഷ്കിൽ ദിൻ ഹേ ജിസ്കാ സാമനെ കർനെ നിക്കലി ഏക് ഭീഡ് ഹേ, ഇസ്കാ ക്യാ താൽപര്യ ഹേ. മുഷ്കിൽ ദിൻ ഹേ, പ്രയാസമുള്ള ഒരു ദിവസമുണ്ട്. ജിസ്കാ സാമനെ കർനെ നിക്കലി ഏക് ഭീഡ് ഹേ, അതിനെ നേരിടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടമുണ്ട്. ഇസ്കാ ക്യാ താൽപര്യ ഹേ, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് നോക്കാം. ഇസ് വാക്ക് കാ താൽപര്യ ഹേ, ഈ വാക്യത്തിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ ഉദ്ദേശം ഇതാണ്. കി എന്തെന്നാൽ जीवन में हर व्यक्ति को कठिनाइयों और संघर्षों का सामना करना पड़ता है. जीवन में ജീവിതത്തിൽ ഹർ വ്യക്തിക്കോ ഓരോരോ വ്യക്തിക്കും കഠിനായിയും പ്രയാസങ്ങളും ഓർ സംഘർഷവും അല്ലെ പ്രശ്നങ്ങളും അല്ലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാമന കർനാ പഡ്താ ഹേ, നേരിടേണ്ടതുണ്ട്. കഠിനായി ഓർ സംഘർഷ സബിക്കെ ജീവൻ മേ ആത്തെ ഹേ അല്ലെ, ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും വരുന്നതാണ്. ഓർ ഉൻകാ സാമന കർനെ കെ ലിയെ, അതിനെ നേരിടാൻ വേണ്ടി പൂരി മാനവ് ഭീഡ് പ്രതിദിൻ നിക്കൽത്തി ഹേ അല്ലെ. പൂരി മുഴുവൻ മാനവ് ഭീഡ്, മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഭീഡ് അല്ലെ ആ കൂട്ടം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടത്തെയാണ് അല്ലെ. മാനവ് ഭീഡ് മനുഷ്യക്കൂട്ടം. പ്രതിദിൻ നിക്കൽത്തി ഹേ, ഓരോരോ ദിവസവും നിക്കൽത്തി ഹേ പുറപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോരോ വ്യക്തിക്കും എന്തുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത് നേരിടേണ്ടതുണ്ട്. ഇങ്ങനെ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബാക്കി നോക്കാം. ഏക് സരൽ സി കഹാനി, ഒരു സിമ്പിളായിട്ടുള്ള കഥ. അമേ കഹാം കഹാം ലേ ജാത്തി ഹേ, നമ്മൾ എവിടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. സഹി ഓർ ഗലത്തിക്ക് പരിഭാഷ, സത്യത്തിൻ്റെയും അതുപോലെ തെറ്റിൻ്റെയും അല്ലെ തെറ്റിൻ്റെയും ശരിയുടെയും പരിഭാഷ, ട്രാൻസ്ലേഷൻ. ഇതിഹാസ് കാ ഏക് പാഠ്, ചരിത്രത്തിൻ്റെ ഒരു പാഠം. യുദ്ധ കാ അസലി ചെഹര അല്ലെ, യുദ്ധത്തിൻ്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ മുഖം. ജോ ബാറൂദ് കാ ദുആം ചാണ്ടിനെ കെ ബാദ് ദിഖ്താ ഹേ,
ബാറുദുക്ക ദുഹ എന്ന് പറഞ്ഞാൽ സ്ഫോടനത്തിന് ബാറൂദ് എന്ന് പറഞ്ഞാൽ സ്ഫോടനം, സ്ഫോടനത്തിന് ശേഷമുള്ള ദുഹാം ചാട്നേക്ക് ബാദ് ദിഖ്താ ഹെ അല്ലേ. അപ്പോൾ യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം എപ്പോഴുള്ള മുഖം, ഒരു സ്ഫോടനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദുഹാം, അതിൻ്റെ പുകകൾ ചാട്നേക്കെ ബാദ് എന്ന് പറഞ്ഞാൽ ഉയർന്നതിന് ശേഷം അല്ലെ, അതിൻ്റെ പുക മുഴുവനായിട്ട് ഉയർന്നു പോയതിന് ശേഷം ദിഖ്താഹേ കാണപ്പെടുന്നത് അല്ല. ഒരു സ്ഫോടനം കഴിഞ്ഞിട്ട് അതിൻ്റെ പുകയും പൊടിയും ഒക്കെ അമർന്നതിന് ശേഷം നമ്മൾ കാണുന്ന ആ ദൃശ്യം ഉണ്ടല്ലോ, ആ ഒരു ദൃശ്യം നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓർ ഏക് പരിവാർ കാ മഹത്വ, കൂടാതെ ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ സിനിമ കാണുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം കിട്ടുന്നത് പറയുന്നത്, സഹി ഓർ ഗലത്തിക്ക് പരിഭാഷ, സത്യത്തിൻ്റെയും തെറ്റിൻ്റെയും ശരിയുടെയും ഒരു പരിഭാഷ എന്ന് പറഞ്ഞാൽ വിവർത്തനം, ട്രാൻസ്ലേഷൻ അല്ലേ. തെറ്റും ശരിയും എന്താന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നു. ഇതിഹാസക്കായേക്ക് പാട്, ചരിത്രത്തിൻ്റെ ഒരു പാഠം, ചരിത്രത്തിലെ ഒരു പാഠം. യുദ്ധ ക അസലി ചെഹര, യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം. ജോ എങ്ങനെയുള്ള മുഖം, ബാറൂദ് ക ദ്വാം ചാട്നേക്കെ ബാദ് ദിഖ്താ ഹെ, എപ്പോഴുള്ള മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബാറൂദ് എന്ന് പറഞ്ഞാൽ സ്ഫോടനം, ബാറൂദ് ക ദുഹാം ചാട്നെ, ദുഹാം എന്ന് പറഞ്ഞാൽ പുക, ചാട്നേക്കെ ബാദ് എന്ന് പറഞ്ഞാൽ ഉയർന്നതിന് ശേഷം അല്ലേ. ആ സ്ഫോടനത്തിൻ്റെ ഒരു ബോംബോ അല്ലെങ്കിൽ മിസൈലോ വിട്ട ഒരു സ്ഫോടനം നടന്ന് അതിൻ്റെ പുകയ്ക്ക് ഉയർന്നതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ദൃശ്യം ഉണ്ടല്ലോ, ഒരു കാഴ്ച ഉണ്ടല്ലോ, ആ ഒരു കാഴ്ച നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ, നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്. അപ്പോൾ ആ ഒരു കാഴ്ച ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഓർ ഏക് പരിവാർ കാ മഹത്വ, ഒരു കുടുംബത്തിൻ്റെ മഹത്വം. ഇത്രയും കാര്യങ്ങൾ ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ. ഫിल्में जितनी हंसाने या मन बहलाने के लिए होती हैं, ഫിലിമുകൾ സിനിമകൾ ജിത്തിനി ഹാൻസാനെ എത്രത്തോളം നമ്മൾ ചിരിപ്പിക്കും, യാ മൻ ബഹ്ലാനെ മനസ്സ് നിറയിപ്പിക്കും അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, കേലിയെ ഹോത്തിഹേം അല്ലെ, നമ്മളെ ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുമുള്ള സിനിമകൾ പോലെ തന്നെ ഉത്തിനി ഹി ദിൽ തോട്നെ ഓർ റുലാനെ കേലിയെ ബി, അത്രത്തോളം എന്തു ചെയ്യുന്നുണ്ട്, ദിൽ തോട്നേക്ക് നമ്മൾ ഹൃദയം പൊട്ടിക്കും, ഓർ റുലാനേക്ക് നമ്മളെ കരയിപ്പിക്കുകയും ചെയ്യും, കേലിയെ ബി ഹെ അല്ലെ, അതിനു വേണ്ടിയുമുള്ളതാണ് അല്ലെ. സിനിമകൾ നമ്മളെ ചിരിപ്പിക്കും, നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, അതുപോലെ എന്തും ചെയ്യിക്കും, നമ്മളെ ദിൽ തോടുത്തേ ഹേം നമ്മളെ മനസ്സിനെ പൊട്ടിക്കും, ഓർ റുലാത്തേ ഹേം നമ്മളെ കരയിപ്പിക്കുകയും ചെയ്യും അല്ലെ, ഓർ റുലാനേക്കെ ബി ഹേ നമ്മളെ കരയിപ്പിക്കുകയും ചെയ്യും. ഫിൽമേം കഹാനി കെ സരിയെ വഹ് കാത്തി ഹേം, ഫിലിമുകൾ സിനിമകൾ കഹാനി കെ സരിയെ കഥയിലൂടെ, സരിയെ എന്ന് പറഞ്ഞാൽ മുഖാന്തിരം അല്ലെങ്കിൽ അതിലൂടെ എന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പോൾ ഫിൽമേ കഹാനി കെ സരിയെ സിനിമകൾ കഥയിലൂടെ, വഹ് കാത്തി ഹേം ഇത് പറഞ്ഞു നൽകുന്നു അല്ലെ, അത് പറഞ്ഞു നൽകുന്നു. ജോ എന്തെന്നാൽ അമേ യഹസാസ് ദിലാത്താ ഹേ നമുക്ക് വിശ്വാസം വരുത്തുന്നു അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. കി അം കിത്തിനെ കംസോർ ഹേ നമ്മൾ എത്ര ബലഹീനരാണ്, കംസോർ എന്ന് പറഞ്ഞാൽ ശക്തി വീക്കാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ശക്തി ഇല്ലാത്തവരാണ് എന്ന് ചില സിനിമകൾ നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ചില സിനിമകൾ നമുക്ക് എന്താ കാണിച്ചു തരുന്നു, കിത്തിനെ താക്കത്വർ ഹേ നമ്മൾ എത്ര ശക്തിയുള്ളവരാണ് അല്ലെ, നമ്മൾ മനുഷ്യർക്ക് എത്ര ശക്തി ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നു. ചില സിനിമകൾ എന്താണ് സംവേദൻശീൽ എന്ന് പറഞ്ഞാൽ ഇമോഷനിലുള്ള സെൻസിറ്റീവായിട്ടുള്ള ചില സിനിമകളുണ്ട്. അതുപോലെ ഫൂഹട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരമില്ലാത്ത അല്ലെ, അത്ര വൾഗറായിട്ടുള്ള ചില സിനിമകളുണ്ട്. അതുപോലെ ബത്തമീസ് അല്ലെ, എത്രയാണ് മര്യാദ ഇല്ലാത്ത ചില സിനിമകളുണ്ട്. അപ്പോൾ ഇത്രയും സിനിമയിലൂടെ ചില കഥകളിലൂടെ നമ്മളെന്താണ്, നമ്മളെത്ര കംസോറാണ് അല്ലെ, മനുഷ്യരെത്ര കംസോറാണ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യരെത്ര ശക്തിയുള്ളവരാണ്, സംസ്കാരമില്ലാത്തവരാണ്, എത്ര സെൻസിറ്റീവാണ്, അതുപോലെ എത്ര അപമര്യാദ ഉള്ളവരാണ് എന്നൊക്കെ ഓരോരോ ഫിലിമിലൂടെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ലേക്കിൻ സബ്സെ ബാത് ഹം അകേലെ നഹീ ഹേ, പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ജറൂറി ബാത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹം അകേലെ നഹീ ഹേ
നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളതാണ്. അല്ലേ? ലോകം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഒറ്റക്കല്ല, ലോകം നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുനിയാ ഭർമേം, ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം, ദുനിയാ ഭർമേം ലോകം മുഴുവനും, ദൂർ ദൂർ കെ ദേശോമേം ദൂരെ ദൂരെയുള്ള ദേശങ്ങളിൽ രാജ്യങ്ങളിൽ, ഐസേ ദേശോമേം അങ്ങനെയുള്ള രാജ്യങ്ങൾ, ജഹാം ലോക് ഭാഷ ഭി അമാരെ നഹീ ബോൾത്തെ എങ്ങനെയുള്ള രാജ്യങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ നമ്മുടെ ഭാഷ പോലും അല്ല പറയുന്നത്, അല്ലെ? അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഐസേ ലോഗ് ഹേ ജോ അമാരി ജൈസി ഖുഷിയാം സേ ഖുഷ് രഹേ ഹേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മെ പോലുള്ള സന്തോഷങ്ങൾ, നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ, അല്ലെങ്കിൽ രണ്ട് വിധത്തിൽ ഇത് പറയാം. ഒന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നവർ, അല്ലെ നമുക്കൊരു സന്തോഷം ഉണ്ടായാൽ അവർ സന്തോഷിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മെ പോലെ സന്തോഷമുള്ള ആളുകൾ, അല്ലെ അങ്ങനെയുള്ള സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നവർ. അതുപോലെ അമാരെ ജൈസെ ദുഃഖം സെ ടൂട്ട് രഹേ ഹേം നമ്മെ പോലുള്ള ദുഃഖങ്ങളിൽ എന്താണ് പൊട്ടിപ്പോകുന്നവർ, തകർന്നു പോകുന്നവർ, അല്ലെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തുണ്ട്, നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമകളൊക്കെ നമ്മോട് പറഞ്ഞു തരുന്ന പ്രധാന കാര്യം എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഫിൽമേം അമേം ബാന്ധതി ഹേം ഫിലിമുകൾ നമ്മളെ കെട്ടിയിടുന്നു. എങ്ങനെ? ഏക് അദൃശ്യ ചാന്ദിക്ക് ടോർമേം ഓർ ഗഡാകർ ദേത്തി ഹേം ഏക് ബഹുത്ത് ഊഞ്ചി ഛത് പർ എങ്ങനെ നമ്മളെ കെട്ടിയിടുന്നത്? നമ്മളൊരു ഫിലിം കാണുമ്പോൾ നമ്മളെന്താണ് അതിലങ്ങോട്ട് അട്രാക്റ്റ് ആയി പോകും, അല്ലേ? അതിലങ്ങോട്ട് മുഴുകിപ്പോവും. അപ്പോൾ ഫിലിമേ അമേ ബാന്ധതി ഹേം ഫിലിമുകൾ നമ്മളെ കെട്ടിയിടുന്നു അല്ലെങ്കിൽ ബന്ധിക്കുന്നു. ഏക് അദൃശ്യ ചാന്ദിക്ക് ടോർമേം ഒരു അദൃശ്യമായിട്ടുള്ള ചാന്ദിക്ക് ടോർ, ചാന്തി എന്ന് പറഞ്ഞാൽ വെള്ളി അല്ലെങ്കിൽ സിൽവർ, അല്ലേ? ടോർ എന്ന് പറഞ്ഞാൽ നൂല്. അപ്പോൾ സിനിമകൾ നമ്മൾ എന്തിലാണ് കെട്ടിയിടുന്നത്? ചാന്ദിക്ക് ടോർമേം, അല്ലേ? ചെറിയ കാര്യത്തിലൊന്നുമല്ല, ഒരു എന്താണ് വെറും നൂലിലല്ല. എന്തിൻ്റെ നൂലിലാണ് കെട്ടിയിടുന്നത്? വെള്ളി നൂലിൽ കെട്ടിയിടുന്നു. ഓർ ഗഡാകർ ദേത്തി ഹേം എന്നിട്ട് നമ്മളെ നിർത്തുന്നു. എവിടെ നിർത്തുന്നത്? ഏക് ബഹുത് ഊഞ്ചി ഛത് പർ ഒരു ഉയരത്തിൽ, അല്ലേ? ഒരു മേൽക്കൂരയിൽ നമ്മളിങ്ങനെ, ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, റൂഫ് എന്നൊക്കെ നടത്താണ്. അപ്പോൾ ഫിലിമുകൾ നമ്മൾ ഒരു സിൽവറിൻ്റെ ഒരു വെള്ളി നൂലിൽ നമ്മളെ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കി നിർത്തുക എന്നാണ് ഇവിടെ ഫിലിമിൻ്റെ ലേഖം പറയുന്നത്. അതായത് നമ്മളൊരു ഫിലിമിൽ മുഴുകി നമ്മൾ ആ കഥയിൽ അങ്ങോട്ട് ലയിച്ചു പോകുന്നു എന്നാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് അൽക്കേസെ ജോക്കോമെ ഉഡ്ന सीख जाता है हम किसी नई करारी पतंग की तरह. हल्के से झोंके में ഹൽക്കെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള നേരിയ, അല്ലെങ്കിൽ ജോക്കെ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഹൽക്കേസെ ജോക്കെ എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, അല്ലെ? ഇളം കാറ്റിൽ ഉഡ്ന സീഖ് ജാത്താഹേ നമ്മൾ പറക്കാൻ, സീഖ് ജാത്താഹേ പഠിക്കും, അല്ലെ? ഇളം കാറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? പറക്കാൻ പഠിക്കും. ഹം കിസി നെയ് നമ്മളൊരു പുതിയ കരാരി പതംഗിക്ക് തരഹേ കരാരി പതംഗ് എന്ന് പറഞ്ഞാൽ ദൃഢമായ ഒരു പട്ടം, ഒരു ഉറപ്പുള്ള ഒരു പട്ടത്തിനെ പോലെ കീ തരഹേ പട്ടത്തെ പോലെ നമ്മളിങ്ങനെ ചെറിയ കാറ്റിലിങ്ങനെ പാറി പറക്കാൻ പഠിക്കും എന്നുള്ളതാണ്. അതായത് ഫിലിമുകളിൽ നമ്മൾ അത്രയും മുഴുകി ലയിച്ചു പോയിട്ട് നമ്മൾ അതിൽ നിന്നുള്ള കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ പഠിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ലേഖകൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പാഠഭാഗം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ 8ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.